വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിന്ന് ഒരു ചെറിയ യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് പാലക്കാട് നിന്നും ഡൽഹിയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഞാനിന്ന് പോകുന്നത് 126-25, അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂ ഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര. ഇതാണ് നമ്മളെ ട്രെയിൻ 126-25 തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിക്കുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സീറ്റ് എന്ന് പറയുന്നത് 3rd AC-യിലാണ്. ഒരു മിഡിൽ ബർത്തും ഒരു ലോവറും ഒരു അപ്പർ, അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ 3rd AC കോച്ച് വരുന്നത്. ഭൂരിഭാഗം വേക്കൻ്റാണ്, കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിൽ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതുപോലെ ഒരു സൈഡ് ലോവർ, ഒരു മിഡിൽ, ഒരു അപ്പർ, ഇങ്ങനെ നമ്മളെ സീറ്റ് പൊസിഷൻസ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ എക്സ്ട്രാ പർച്ചേസ് ആഡ് ചെയ്ത ഒരു ഇതാണ് കേരള എക്സ്പ്രസ്സിൽ BE1 പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാടെണ്ണം വേക്കൻ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 7 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് രാവിലെ 10 മണിയായപ്പോഴേക്കും നമ്മളെന്താണ് വിജയവാഡ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. പോയിക്കൊണ്ടിരിക്കുന്ന കേരള എക്സ്പ്രസിന്റെ 2nd AC കോച്ചുകൾ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് 2nd AC കോച്ചുകൾ വരുന്നത്. കയറുമ്പോൾ തന്നെ ഫുള്ള് കർട്ടൻ ഇട്ടിട്ട്. ഇതാണ് കൂപ്പേ. ഇതിൽ വരുന്നത് ഒരു ലോവറും ഒരു മിഡിലും ഇങ്ങനെ വരുന്നത്. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രൈവസി ആയിട്ട് സുഖമായിട്ട് ഒരു രണ്ടാളെ ഒരു ഫാമിലിക്ക് യാത്രയാണ് വളരെ അടിപൊളിയാണ്. പിന്നീട് വരുന്നത് ഇതേപോലെയാണ് സെൻറ്ററായിട്ടുള്ളത് 2 സെക്ഷൻ. നമ്മളിപ്പോൾ രാത്രി ഏകദേശം 10 മണിയായി, 9:15 കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ ഏകദേശം 3 മണിക്കൂറോളം ഡിലേ ഉണ്ട്. നമ്മളിപ്പോൾ നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇവിടെ നല്ലൊരു ഓവർ ബ്രിഡ്ജ് ആണ്. ഇത് ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ താജ്മഹൽ അതുപോലെ ആഗ്ര ഫോർട്ടൊക്കെ കാണാനുള്ളവർക്ക് ഇവിടെ ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. ഇവിടുന്ന് 10 രൂപയ്ക്ക് 15 രൂപക്കൊക്കെ നമുക്ക് ഓട്ടോകളും കാര്യങ്ങളൊക്കെ കിട്ടും. നേരെ താജ്മഹലിന് മുമ്പിൽ പോയി ഇറങ്ങാൻ പറ്റും. താജ്മഹൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. ഇതെല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറം സ്റ്റോപ്പ് മധുരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കുറേ ലോക്കൽ ട്രെയിനുകൾ ഉണ്ടാവും. ലോക്കൽ ട്രെയിൻ 5 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഇവിടുന്ന് ഏകദേശം എയർ ടാക്സി വഴികളും അവിടുന്ന് പോകാം. പക്ഷേ അവിടുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ചാർജസ് കൂടുതലാക്കാനും ഇവിടുന്നാണെങ്കിൽ നമുക്ക് 10 രൂപ 15 രൂപ നിരക്കിലുണ്ടാവും. ഒരുപാട് ഓട്ടോറിക്ഷകൾ ഉണ്ടാവും ഏറ്റവും പോയി ഇറങ്ങാൻ. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്കാമുകളുള്ള ഏരിയയാണ് ഇവിടെ ആഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പാക്കേജ് മറ്റുള്ള റൂം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ എടുക്കണ്ട. ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്, ഏറ്റവും സേഫാണ്. അതിന് ഇവിടെ പുറത്തിറങ്ങുക, നേരെ ഒരു ഓട്ടോ എടുക്കുക, നേരെ അവിടെ പോവുക. ഒരാൾക്ക് മാക്സിമം പെർ ഹെഡ് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൽ കൂടുതൽ എത്ര പറഞ്ഞാലും കൊടുക്കണം. നമുക്ക് ബാർഗെയിൻ ചെയ്ത് തന്നെ എന്തായാലും കമ്മിയാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിന് പുറത്ത്. അങ്ങനെ 2 ദിവസം മുമ്പ് നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ട നമ്മളെ യാത്ര. 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം 1:45 നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഇനി റൂം എടുക്കണം, കാര്യങ്ങൾ ഫ്രഷ് ആവണം, റൂമും കാര്യങ്ങളും നോക്കണം. നമുക്ക് നമ്മൾ റൂം എടുക്കാൻ പോകുന്നത് പഹർഗഞ്ച് ഭാഗത്തേക്കാണ്. അപ്പോൾ പഹർഗഞ്ച് ഭാഗത്തേക്ക് പോകാൻ ഏറ്റവും എളുപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ അതിന് വന്നിട്ട് എക്സിറ്റ് നമ്പർ 2 ഇതിനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പഹർഗഞ്ചുകളുടെ ഏറ്റവും എളുപ്പമുള്ള വഴി. ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡുകളെ അവസ്ഥ ഉണ്ട് എല്ലായിടത്തും. ഈ കാണുന്നതാണ് പഹർഗഞ്ച് പറയുന്ന ഏരിയ. ഈ ഭാഗത്ത് ഒരുപാട് മാർക്കറ്റുകളുണ്ട്. പഹർഗഞ്ചിന് തന്നെ ഓരോ ഇടവഴികളുണ്ട്. ഇതേപോലെ ആ ഇടവഴികളാണ് ഗല്ലികൾ എന്നറിയപ്പെടുന്നത്. ഗല്ലിയുടെ ഉള്ളിൽ ഒരുപാട് മാർക്കറ്റുകൾ, കാര്യങ്ങൾ, നമ്മളെ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏരിയകൾ തന്നെ. ഇതൊക്കെയാണ് ഓരോ ഗല്ലികൾ എന്ന് പറയുന്നത്. ഇതിനുള്ളിലൂടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട്. വളരെ ചീപ്പായിട്ട്, ഡൽഹിയിലെ ഏറ്റവും ചീപ്പായിട്ട് സ്റ്റേക്ക് അവൈലബിൾ പറയുന്നത് പഹർഗഞ്ച് ഭാഗത്താണ്. ഈ കാണുന്നതാണ് നമ്മളെ റൂം വരുന്നത്, ബ്ലൂ ബെൽ എന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മളെ റൂം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡൽഹിയിൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുക്കാറ്. ഇതാണ് നമ്മളെ റൂം വരുന്നത്. AC റൂമാണ്. നമ്മൾ 3 പേർക്കാണ് റൂം എടുത്തിട്ടുള്ളത്. ഏകദേശം 1100 രൂപ 1000 രൂപ
അതാണ് നമുക്ക് റേഞ്ച് വരുന്നത്. ഇവർ ഒരുപാട് പറയും നമ്മൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുറവിൽ നമുക്ക് കിട്ടും.